കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച നിർദ്ദിഷ്ട ബംഗളൂരു ചെന്നൈ, ബംഗളൂരു ഹൈദരാബാദ് അതിവേഗ റെയിൽ ഇടനാഴികൾ ഏറ്റവും ഗുണകരമാകുന്നത് IT ജീവനക്കാർക്ക്. IT കയറ്റുമതിയിലും ജീവനക്കാരുടെ എണ്ണത്തിലും ഒന്നാം സ്ഥാനം ബംഗളൂരുവിനാണ്. രണ്ടാം സ്ഥാനം ഹൈദരാബാദിനും മൂന്നാമത് ചെന്നൈയുമാണ്. ഈ മൂന്ന് നഗരങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ IT ജീവനക്കാർക്ക് മുന്നിൽ പുതിയ അവസരങ്ങൾ തുറക്കും. അതിവേഗ റെയിൽ നിലവിൽ വരുന്നതോടെ ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലേക്ക് 1.25 മണിക്കൂറിനുള്ളിൽ എത്താൻ സാധിക്കും. ബംഗളൂരു ഹൈദരാബാദ് യാത്ര 2 മണിക്കൂറായും കുറയും. ഇതോടെ IT-കാർക്ക് തൊഴിൽ സാധ്യത ഗണ്യമായി വർദ്ധിക്കും. നിലവിൽ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നവർക്ക് ചെന്നൈയിലും ഹൈദരാബാദിലും മികച്ച അവസരം തേടാൻ നഗരങ്ങൾ തമ്മിലുള്ള യാത്രാസമയം കുറയുന്നത് സഹായിക്കും. ബംഗളൂരുവിൽ സക്കുടുംബം താമസിച്ച് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഹൈദരാബാദിൽ മികച്ച അവസരം ലഭിച്ചാൽ അവിടേക്ക് മാറേണ്ടി വരുന്നത് എളുപ്പമല്ല. പങ്കാളിക്ക് ബംഗളൂരുവിൽ ജോലിയുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നമാകും. നഗരത്തിൽ വീട് വാങ്ങി കുട്ടികളെ ഇവിടെയുള്ള സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ വേറൊരു നഗരത്തിലേക്ക് കൂടുമാറുക കഠിനമാകും. എന്നാൽ അതിവേഗ യാത്രാമാർഗം സാധ്യമാകുന്നതോടെ സ്ഥിതി മാറും. ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലേക്ക് 1.25 മണിക്കൂറിലെത്താൻ സാധിച്ചാൽ 2 നഗരങ്ങൾക്കിടയിൽ പ്രതിദിന യാത്ര നടത്താൻ പോലും സാധിക്കും. നിലവിൽ ബംഗളൂരുവിൽ താമസിക്കുന്നവർ നഗരത്തിനുള്ളിലെ ഓഫീസിൽ പോകാൻ തന്നെ പലരും 1 മണിക്കൂറും അതിൽ കൂടുതലും യാത്ര ചെയ്യുന്നുണ്ട്. സാധാരണ തീവണ്ടി സർവീസുകൾ അപേക്ഷിച്ച് ടിക്കറ്റ് നിരക്ക് കൂടിയാലും മികച്ച വേതനം ലഭിക്കുന്നതിനാൽ IT-കാർക്ക് അതിവേഗ തീവണ്ടി താങ്ങാനാകുന്ന പ്രതിദിന യാത്രാമാർഗമായിരിക്കും. ഹൈബ്രിഡ് മാർഗം ജോലി ചെയ്യാൻ ഒട്ടുമിക്ക IT കമ്പനികളും അനുവദിക്കുന്നുണ്ട്. അതിനാൽ ആഴ്ചയിൽ ഏതാനും ദിവസം മാത്രം ഓഫീസിൽ പോകേണ്ടവർക്കും ബംഗളൂരുവിൽ താമസിച്ചുകൊണ്ട് ചെന്നൈയിലും ഹൈദരാബാദിലും പോയി ജോലി ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ തിരിച്ചും സാധിക്കും. ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയവർക്ക് പ്രതിദിനം ബംഗളൂരുവിലും ഹൈദരാബാദിലും പോയി ജോലി ചെയ്യാൻ കഴിയും. IT-കാർ കൂടാതെ ബിസിനസ്സുകാർക്കും അതിവേഗ തീവണ്ടി അനുഗ്രഹമായിരിക്കും.